നമസ്കാരം. ലാത്തിയുടെയും ബൂട്ടിന്റെയും അതിക്രൂരമായി അടിയേറ്റിട്ടും തെരുവിൽ നിന്ന് ഒരൊറ്റ അടി പോലും പിന്നോട്ട് വെക്കാതെ പൊരുതുന്ന ആ കുട്ടിയുടെ ധീരത, ആർജവം ഈ രാജ്യത്തെ മനസാക്ഷി ഒരു കാലത്തും മറക്കില്ല എന്ന് നമുക്ക് അറിയാം. കഴിഞ്ഞ ദിവസം മലയാളം അല്ലെങ്കിൽ ഇന്ത്യയിലെ മനസാക്ഷിയുള്ള ഓരോ മനുഷ്യനും കണ്ടതാണ്. ജന്തർ മന്ദറിലെ തെരുവില് ചോര ചിന്തി സമരം ചെയ്യുന്ന ആ വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുമ്പോൾ പോലീസും ഭരണകൂടവും ഒക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്തെ സാധാരണക്കാരായ കോടിക്കണക്കിന് മനുഷ്യരുടെ മക്കളുടെ ഭാവി സംരക്ഷിക്കാനാണ് ആ ചെറുപ്പക്കാർ അവിടെ അടിയും ചോരയും വാങ്ങി തെരുവിൽ നിൽക്കുന്നത് എന്ന്. ഈ രാജ്യത്ത് നടമാടുന്ന അനീതികൾക്കും വിവേചനങ്ങൾക്കുമെതിരെ സ്വന്തം ഭാവി പോലും പണയം വെച്ചിട്ടാണ് ആ ചെറുപ്പക്കാർ, ആ പെൺകുട്ടികൾ, ആ പെൺമക്കൾ അവിടെ ആ ശബ്ദമുയർത്തുന്നത് മനസ്സിലാക്കണം. എന്നാൽ അവരെ നേരിടുന്ന പോലീസുകാർ, ആണും പെണ്ണുമായിട്ടുള്ള പോലീസുകാർ കാണിച്ചിട്ടുള്ള വിക്രസ് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അന്തസ്സിനെ, അതായത് ലോകം കാണുന്നുണ്ട്. എന്തൊരു നാണക്കേടാണ്. അവരുടെ ശരീരഭാഗത്തും അവരുടെ പിൻഭാഗത്തും ഒക്കെ ലാത്തിക്ക് കുത്തി അല്ലെങ്കിൽ ലാത്തിക്ക് മർദ്ദിച്ചിട്ട് അറുമാദിക്ക് ആഹ്ലാദിച്ച് ചിരിക്കുക. എന്തൊരു നാണക്കേടാണ്, എന്തൊരു 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 കഷ്ടമാണെന്ന് ചിന്തിക്കണം. നമ്മുടെ ഭരണകൂട സംവിധാനം ഈ രീതിയിലാണോ നമ്മുടെ മക്കളെ നേരിടുന്നത്? ഇങ്ങനെയാണോ നമ്മൾ അതിനെ ഒരു സമരത്തെ കാണേണ്ടത്? അല്ലെങ്കിൽ ഈ കുത്തുന്നവന്റെയും അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവന്റെയും ഒക്കെ മക്കൾ അവരെയാണ് ഇത്തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അവരിത് സഹിക്കുമോ? അപ്പോ വിവരവും ബോധവും വെള്ളിയാഴ്ച ഇല്ലാത്ത തെമ്മാടികളായിട്ടുള്ള ഒരു വിഭാഗത്തിനെ ഇവരെ നേരിടാണ്ട് ഇറക്കി നമ്മുടെ ഭരണകൂടം അങ്ങോട്ട് വിട്ടു എന്ന് ചിന്തിക്കേണ്ടി വരികയല്ലേ? ഇവിടെ ഭരണം കൈയാളുന്ന കേന്ദ്രമന്ത്രിമാരുടെയും പ്രമുഖരായിട്ടുള്ള ഭരണാധികാരിയുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ ഇളയ പുത്രൻ UK ലീഡ്സ് സർവകലാശാലയിലാണ് പഠിച്ചത്. ജയശങ്കറിന്റെ മകൻ ജോർജ് ടൗൺ സർവകലാശാലയിലാണ് പഠിച്ചത്. പീയൂഷ് ഗോയലിന്റെ മക്കള് ഹാർവാർഡിലും അതുപോലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റികളിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അമിത്ഷായുടെ മകൻ ഏത് കോളേജിലാണ് പഠിച്ചതെന്നും അവൻ എങ്ങനെയാണ് ക്രിക്കറ്റ് ബോർഡിന്റെ തലപ്പത്ത് എത്തിപ്പെട്ടതെന്നും എല്ലാവർക്കും അറിയാം. അയാൾ യൂണിവേഴ്സിറ്റിയിലും വാർവിക് സർവകലാശാലയിലും ബോസ്റ്റണിലും ഒക്കെയാണ് ഈ ഭരണവർഗത്തിന്റെ മക്കൾ സുഖമായി പഠിച്ചു വളരുന്നതെന്ന് മനസ്സിലാക്കണം. ഈ VIP മക്കൾ വിദേശത്തെ വലിയ വലിയ സർവകലാശാലകളിൽ പഠിച്ച് നല്ല നിലയിലെത്തട്ടെ, നല്ല കാര്യം. അവരുടെ ഭാവിക്കും അവരുടെ ജീവിതത്തിനുമൊക്കെ നല്ല ആശംസകൾ നമ്മൾ നേരുന്നു. പക്ഷേ അത്തരം വിദേശ സർവകലാശാലകളെ കുറിച്ച് സ്വപ്നം കാണാൻ പോലും കഴിവില്ലാത്ത ഇവിടുത്തെ സാധാരണക്കാരായ സാധാരണ മനുഷ്യരുടെ മക്കളുടെ ഭാവി നശിപ്പിച്ചിട്ട് നാറാണക്കല്ലാക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാനാണ് ആ ചെറുപ്പക്കാർ അവിടെ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. ജന്തർ മന്ദറിലെ ജനറേഷൻ സി അഥവാ ജെൻസി സമരത്തിന്റെ വ്യാപ്തിയും ശക്തിയും എത്രത്തോളമാണ് എന്ന് ഭരണകൂടത്തിനും അവരുടെ വളർത്ത് മാധ്യമങ്ങൾക്കും മനസ്സിലായിട്ടും അവരത് കാണാത്ത ഭാവം നടിക്കുകയാണ്. എന്നാൽ ഡൽഹിയിലെ ആ തെരുവിൽ നടക്കുന്ന അനീതിക്കെതിരെ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കൈകളാണ് നീളുന്നത്. അങ്ങ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള മനുഷ്യർ ആ കുട്ടികൾക്ക് ഐക്യദാർഢ്യവുമായി മുന്നോട്ട് വരുന്നുണ്ട്. അവർക്ക് ഓൺലൈൻ വഴി ഭക്ഷണം, മരുന്ന്, മറ്റു സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ സാധാരണക്കാർ നിരയായി അണിനിരക്കുകയാണ്. ഈ സമരം ഒരു വലിയ സംഭവമായി പടർന്നു പന്തലിക്കുമ്പോൾ അത് സഹിക്കാൻ കഴിയാതെ സമരത്തെ അടിച്ചമർത്താനും നാണം കെടുത്താനും ഭരണകൂടം പടച്ചു വെക്കുന്നത് ഏതോ വ്യാജ നിർമ്മാണ ഫാക്ടറിയിലെ കള്ളക്കഥകളാണെന്ന് മനസ്സിലാക്കണം. അവരെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടികളെ ഇങ്ങനെ അപമാനിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ പിൻഭാഗത്തും അവരുടെ ശരീരഭാഗങ്ങളിലും ഒക്കെ ലാത്തി കൊണ്ട് തോണ്ടിയും കുത്തിയും അടിച്ചുമൊക്കെ അവർ ആഹ്ലാദിക്കുന്നത്, നോക്കിച്ചിരിക്കുന്നത്. സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി അയച്ച കത്താണെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു കത്തിന്റെ കഥ അത് ഏത് വഴിക്കാണ് പോയതെന്ന് നമ്മളൊക്കെ കണ്ടതാണ്. ബംഗ്ലാദേശിന്റെ സ്പെല്ലിംഗ് പോലും നേരെ ചൊവ്വ എഴുതാൻ അറിയാത്ത ഏതോ ഒരു വിവരം കെട്ട ഒരു പടച്ചുവിട്ട ആ കത്ത് രാജ്യത്തിന് മുഴുവൻ ബോധ്യപ്പെട്ടതുമാണ്. എത്ര കണ്ട് അപഹാസ്യരായാലും തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒക്കെ രാജ്യദ്രോഹമെന്നും തീവ്രവാദമെന്നും ഒക്കെ മുദ്രകുത്താൻ ഇവർക്ക് ഒരു മടിയും ഒരു ഉളുപ്പുമില്ല എന്ന് ചിന്തിക്കണം. ഭീകരവാദിയെന്നും അർബൻ നക്സൽ എന്നും ടുക്കുടെ ഗാങ് എന്നുമൊക്കെ ഖാലിസ്ഥാൻവാദിയുമൊക്കെ ആന്തോളൻ ജീവി എന്നുമൊക്കെ ആക്ഷേപിച്ച് സമരത്തെ ഇല്ലാതാക്കാൻ നോക്കിയിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പരിവാരത്തിന്റെ IT സെല്ലിന്റെ കള്ളപ്രചരണങ്ങൾ മുഴുവൻ ഈ സമരം ചെയ്യുന്ന കുട്ടികളുടെ മുന്നിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ രാജ്യത്തെ 140 കോടി മനുഷ്യരും കഴുതകളല്ലാന്ന് മനസ്സിലാക്കണം. അടിയേറ്റ് 6-ാം നമ്പർ ആശുപത്രിയിൽ കിടക്കുന്ന 21-കാരി സാക്ഷിയുടെ മുഖത്തെ മുറിവുകൾ കാണുമ്പോൾ 17ഉം 18ഉം വയസ്സുള്ള പെൺകുട്ടികളുടെ മുഖത്തേക്ക് സർവ്വശക്തിയും എടുത്ത് ഓങ്ങിയടിക്കുന്ന DCP സന്ദീപ് ലാംബയെ പോലുള്ള പോലീസുകാരുടെ ക്രൂരത കാണുമ്പോൾ ഈ നാടിന് ചോര തിളയ്ക്കുന്നുണ്ട്. ലാത്തി കൊണ്ട് ഒരു പെൺകുട്ടിയുടെ പിന്നിൽ ആഞ്ഞുകുത്തുന്ന വേറൊരുത്തന്റെ ദൃശ്യങ്ങള് മോളസ്റ്റേഷൻ തന്നെയാണ്. ക്രൂരമായ നരനായിട്ടാണത്. CJPന്റെ സമരം ഇപ്പോ കേവലം ഒരു പരീക്ഷയുടെയോ ഒരു പ്രവേശനത്തിന്റെയോ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ ആകെ കാവ്യവൽക്കരിക്കാനും പണമുള്ളവർക്ക് മാത്രം വിദ്യാഭ്യാസം എന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനും
സാധാരണക്കാരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നിഷേധിക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. രാജ്യത്തിന്റെ തലസ്ഥാനത്ത് കടുത്ത തണുപ്പും പോലീസിന്റെ അതിക്രൂരമായ മർദ്ദനങ്ങളും അവഗണിച്ച് ദിനരാത്രം സമരം ചെയ്യുന്ന ഈ കുട്ടികൾ സമരം താൽക്കാലികമായി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അടിക്കുന്തോറും കൂടുതൽ കൂടുതൽ കരുത്തോടെ നിങ്ങൾ തല്ല് അടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു വരികയാണ്. പരീക്ഷാ നടത്തിപ്പിലെ വ്യാപകമായ അഴിമതികളും ക്രമക്കേടുകളും ചോദ്യം ചെയ്തുകൊണ്ട് തുടങ്ങിയ ഈ സമരം ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയുള്ള വൻ ജനകീയ പ്രക്ഷോഭമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിന്റെ ധാർഷ്ട്യത്തില് സാധാരണക്കാരായ കുട്ടികളുടെ ചോദ്യങ്ങളെയും അവരുടെ പ്രതിഷേധങ്ങളെയും അടിച്ചമർത്താമെന്ന് കരുതിയാൽ തെരുവിൽ അനുഭവിക്കുന്നത് നാണംകെട്ട തോൽവിയാണ്. വിദ്യാർത്ഥികളെ നേരിടാൻ പട്ടാളത്തെയും പോലീസിനെയും ഒക്കെ ഇറക്കി രാജ്യ തലസ്ഥാനത്തെ യുദ്ധക്കളമാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ നോക്കിയ ഒരു സാമ്രാജ്യത്വവും ചരിത്രത്തിൽ ജയിച്ചു കയറിയിട്ടില്ല. സർവകലാശാലകളിൽ നിന്നും കോളേജുകളിൽ നിന്നും തെരുവുകളിലേക്ക് പടരുന്ന ഈ രോക്ഷം തീയായി മാറി നിങ്ങളുടെ സിംഹാസനങ്ങളെ പോലും ചാരമാക്കാൻ കെൽപ്പുള്ളതാണ് എന്ന് ഓർമ്മ വേണം. പെൺകുട്ടികളുടെ ചോര വീണ ജന്തർ മന്ദറിലെ ഓരോ മൺതരിയും നിങ്ങളുടെ ഭരണകൂട ഭീകരതയ്ക്ക് സാക്ഷിയാണ് എന്ന് നിങ്ങൾ ഓരോ മിനിറ്റിലും ഓർക്കണം. അടിച്ചിട്ടും പിന്മാറാത്ത, ചോര വാർന്നിട്ടും പൊരുതുന്ന ഈ മക്കളുടെ ആർജവത്തിന് മുന്നിൽ അധികാരം കൊണ്ട് വീർപ്പുമുട്ടുന്ന തമ്പുരാക്കന്മാരുടെ നാശത്തിന്റെ നാന്ദിയാണ് കുറിക്കപ്പെടുന്നത്. ചരിത്രം ഈ മക്കളുടെ പോരാട്ടത്തെ ധീരതയോടെ രേഖപ്പെടുത്തും. നിങ്ങളുടെ ഭരണകൂട ക്രൂരതകളെ ശാപവാക്കുകളോടെ ഓർക്കുകയും ചെയ്യുന്നു മനസ്സിലാക്കുക. എന്നാൽ ഇതിനിടെ ഈ സമരത്തെ ഇല്ലാതാക്കാൻ, ഈ സമരത്തിന്റെ ഗതി തിരിച്ചുവിടാൻ, ഈ സമരക്കാരുടെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കാരിന്റെ മറ്റു ചില കാര്യങ്ങളും സമരക്കാരുടെ ഉദ്ദേശമേ അല്ലാത്ത മറ്റു പല കാര്യങ്ങളും അവരെ കൊണ്ട് പറയിക്കുകയും ചെയ്യിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ അത് ഈ വിഭാഗം തന്നെ ഇറക്കി വിട്ടതാണോ എന്നുകൂടി സംശയിക്കണം. ആ വിധത്തിൽ കൂടി കാര്യങ്ങൾ വഴിമാറി പോകുന്നുണ്ട്. പക്ഷേ അതൊക്കെ തിരിച്ചറിയാൻ ഈ അഭ്യസ്തവിദ്യരായ ഈ ചെറുപ്പക്കാർക്ക് കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. Different angles. Don't forget to subscribe and support this channel.